ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറ കാണാൻ പോയതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ്. നല്ല മഞ്ഞ് വരുന്നുണ്ട്, അടിപൊളിയായിട്ട്. കോട്ടയം ജില്ലയിലാണ് ഇലവീഴ പൂഞ്ചിറ ഉള്ളത്. നമ്മൾ വാഗമണിലോട്ട് കയറുമ്പോഴത്തേന് നമുക്കൊരു റൈറ്റ് സൈഡിൽ നിന്ന് തിരിയുന്നതാണ് ഈ ഇലവീഴ പൂഞ്ചിറയിലോട്ട് കയറിപ്പോകാം. ആ വഴി തന്നെ നമുക്ക് പാലയിലോട്ട് അതേപോലെ ഇറങ്ങി വരാനും പറ്റും. രണ്ട് റൂട്ടിൽ നിന്നും ഈ ഇലവീഴ പൂഞ്ചിറയിലോട്ട് കയറാൻ പറ്റും. നല്ല ശക്തമായ കാറ്റുള്ളത് കാരണം ഇലകളൊന്നും താഴെ വീഴാത്തത് കാരണമാണ് ഇങ്ങനൊരു പേര് കിട്ടിയത്. പോലീസ് വയർലെസ് സ്റ്റേഷനും കൂടെയാണ് ഈ സ്ഥലം. ഇവിടാണ് ഇലവീഴ പൂഞ്ചിറയുടെ ടോപ്പ്. ഇവിടെ പെട്ടെന്ന് ഇടിമിന്നലേക്കാവുന്നത് കാരണം ചെറിയൊരു ചാറ്റൽ മഴ കണ്ടപ്പോഴേ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി. നമുക്കിവിടെ ജീപ്പ് സൗകര്യമുണ്ട്, എന്നാലും ഒരു കുറച്ച് ഭാഗം നമുക്ക് നടക്കേണ്ടി വരും. എന്നാൽ പോലും ജീപ്പില്ലാതെ നമ്മൾ അത്യാവശ്യം 2 കിലോമീറ്ററോളമെങ്കിലും അതിൽ കൂടെ കയറ്റമുണ്ട്, തിരിച്ചിറങ്ങുമ്പോൾ ഇറക്കമുണ്ട്. അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇച്ച് വലിയ കാര്യത്തിൽ എന്തോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ ഇലവീഴ പൂഞ്ചിറയുടെ വ്യൂ പോയിന്റ് കണ്ടിട്ട് നമ്മളിനി താഴോട്ട് കുളം കാണാൻ പോകാം. ഇലവീഴ പൂഞ്ചിറ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഉടമ്പോളി വീണ് കിടക്കുന്നു. മരം ഏതാണോ ഉണ്ട്. ഇതാന്നോ? ആ, നല്ല വെള്ളം. ഇവിടെ ഒരു മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. പാഞ്ചാലിക്ക് കുളിക്കാനായിട്ടാണ് ഈ കുളം കുത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു വലിയ കുളമാണ്. നമുക്കതിന് ചുറ്റും നടന്ന് കാണാൻ പറ്റും. മഞ്ഞ് കാരണം പിന്നെ ഞാൻ താഴോട്ട് ഫുള്ള് നടന്ന് കണ്ടില്ല, മുകളിൽ നിന്ന് മാത്രമേ കണ്ടോളായിരുന്നു. ഇലവീഴ പൂഞ്ചിറയിലെ കുളത്തിൽ ആണ് ഇതാക്കി. പക്ഷേ മഞ്ഞ് കാരണം ഒരു വകയും കാണത്തില്ല. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇത്ര ഭാഗമേ കുളത്തിൻ്റെ കാണാൻ പറ്റത്തുള്ളൂ. വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് കാണാത്ത തക്കുന്നൊക്കെ അവൻ വെള്ളത്തിലിറങ്ങി. എന്തിനാ ഓടിയേ? അങ്ങനെ കുളവും എല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരികെ ഇറങ്ങുവാണ്. തിരികെ താഴോട്ട് മണ്ണെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.